എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതായത് പടവലങ്ങ പരിപ്പ് കൂട്ട്. പടവലങ്ങ പരിപ്പ് തോരന്ന് പറയാൻ പറ്റില്ല, കാരണം തോരൻ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് വേറിട്ട് കിടക്കണം. ഇതെന്ന് വെച്ചാൽ നല്ല എന്താ പറയാ, ഗ്രേവി അല്ല, അതേസമയം തോരനല്ലാത്ത രീതിയിലൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടെന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഇതുവരെ ഞാൻ പടവലങ്ങയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് സത്യം പറഞ്ഞാൽ ഞാൻ റീസെന്റ് ആയിട്ടാണ് ഓർത്തത്. ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന തേങ്ങ ചമ്മന്തി ഓർത്ത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് പടവലങ്ങ പരിപ്പ് കൂട്ട് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപ്പ് പടവലങ്ങ കൂട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് പടവലങ്ങ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് വിളയാത്ത പടവലങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടവലങ്ങയുടെ തൊലി നമുക്ക് ചിരണ്ടി കളയാം. തൂരപ്പരിപ്പാണ് ഏറ്റവും ടേസ്റ്റി കേട്ടോ. അപ്പോൾ തൂരപ്പരിപ്പ് ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും പരിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കടലപ്പരിപ്പ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മസൂർ ദാൽ യൂസ് ചെയ്യാം, ഏത് പരിപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ആക്ച്വലി കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇതാണ്. തൂരപ്പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ പരിപ്പ്. ഇത് പരിപ്പും പടവലങ്ങ നമ്മൾ ചാറുകറി പോലെയും വെക്കും, ഇതുപോലെ മെഴുക്ക് പുരട്ടി ഇതുപോലെ തോരൻ പോലെയും വെക്കും കേട്ടോ. അപ്പോൾ ഇതിലത്തെ സ്കിന്ന് നന്നായി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മുറിക്കാം. അതിലത്തെ കുരു ഉണ്ടല്ലോ, കുരു കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഉള്ളിലത്തെ കംപ്ലീറ്റ് അതങ്ങ് വടിച്ച് കളയാം. അപ്പോൾ നമ്മൾ പടവലങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ രണ്ടായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കങ്ങ് മുറിച്ചെടുക്കാം. കഷ്ണങ്ങളുടെ വലിപ്പമൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റിക്കൊള്ളൂ കേട്ടോ. പടവലങ്ങയുടെ റെസിപ്പി ഇട്ടിട്ടില്ല എന്ന് പരാതിയായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ പടവലങ്ങ ഇരിക്കുന്നു. അപ്പോൾ വിചാരിച്ചു എന്തായാലും പടവലങ്ങയുടെ റെസിപ്പി ഇട്ടിട്ട് തന്നെയുള്ളൂ കാര്യം. ഇത് നല്ല പടവലങ്ങയാണ് കേട്ടോ. നല്ല ഒരുപാടങ്ങ് വിളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റില്ല. ഇതാ പടവലങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുക്കാവുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ചെറുതാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ച് വെക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പും പടവലങ്ങയും സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് കുക്കറിൽ കുക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ഒരു കുക്കർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് കുക്കറാണ് ഉപയോഗിക്കുന്നത്, ഹോക്കിങ്സിൻ്റെ. അതിലോട്ട് നമുക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ 2-3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരളവ്. ഇത് പരിപ്പും പടവലങ്ങ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ പരിപ്പിനും ഓരോ രീതിയിലുള്ള കുക്കിംഗ് ടൈമാണ്. അപ്പോൾ ചില പരിപ്പാണെങ്കിൽ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കുക്കായി കിട്ടും. ചില പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുക്കാവുന്ന പരിപ്പാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഇടാം. പക്ഷേ എനിക്കിവിടെ നാട്ടിലത്തെ പരിപ്പായതുകൊണ്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ഈ പടവലങ്ങ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴും സൂക്ഷിക്കണം കേട്ടോ. അങ്ങ് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 വിസിൽ. ഇനി നമുക്ക് വേണ്ടത് തൂരപ്പരിപ്പാണ്. തൂരപ്പരിപ്പ് 1/2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ പരിപ്പിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇവിടുത്തെ ചേച്ചിമാർ പറയുന്നുണ്ട് ഇവിടുത്തെ പരിപ്പിന് ഒരു നല്ല അത്യാവശ്യം കുക്കിംഗ് ടൈം വേണമെന്ന്. കാരണം ഞാൻ ദുബായിലാണെങ്കിൽ ഞാൻ തൂരപ്പരിപ്പ് വെള്ളത്തിലിടാറേ ഇല്ല, അതായത് സോക്ക് ചെയ്ത് വെക്കാറില്ല. അപ്പോൾ തന്നെ എടുത്തിട്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപ്പ് അധികം സമയം കുക്കിംഗ് ടൈം വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് ഉള്ളതൊന്ന് സോക്ക് ചെയ്തിട്ട് അതിന് ശേഷം നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പരിപ്പ് ഞാനൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലോട്ട് പരിപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കുക. അല്പം മതി. നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കാരണം പുറത്തേക്ക് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇത് ചെറിയൊരു അളവായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. കൂടുതൽ അളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പിൻ്റെ കൂടെ അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുക്കറിന് പുറത്തേക്ക് അങ്ങ് തൂറ്റിപ്പോവില്ല. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ കേട്ടോ. കാരണം ഇനിയിപ്പോൾ 15 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 വിസിലോ 3 വിസിലോ ഒക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് വേണം നമ്മൾ വിസിൽ തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു വിസിൽ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം.
പടവലങ്ങ ആ സമയം കൊണ്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അതേസമയം ഓവറായിട്ട് അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല. ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് ടേസ്റ്റ് ഇഷ്ടമാണ്. കുക്ക് ചെയ്തിരിക്കുന്ന പടവലങ്ങ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ 15 മിനിറ്റ് വെള്ളത്തിലിട്ടുണ്ടായിരുന്ന കാരണം ഈ ഒറ്റ വിസിലായപ്പോഴേക്കിനും നമ്മുടെ പരിപ്പ് അത്യാവശ്യം കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. ഒരു ചീനച്ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെക്കുക. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഇതിന്. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. സവാളയാണെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള വളരെ നൈസാക്കി അരിഞ്ഞ് വെച്ചാൽ മതി. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലോട്ട്. അതിനുശേഷം ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് നന്നായിട്ടങ്ങ് ചതച്ചെടുത്തിട്ട് ഇതിലിട്ട് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഒരുമിച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും കൂടി ഒരുമിച്ച് അങ്ങ് ചതയ്ക്കാം. എന്താണ് സൗകര്യം അതനുസരിച്ച് ചെയ്യാം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇതിൽ നന്നായി കിടന്നൊന്ന് മൂക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നല്ല നൈസായി ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഒരുപാട് എരിവില്ലെങ്കിൽ ചെറിയൊരു എരിവ് വേണം, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ടങ്ങ് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കങ്ങ് വഴറ്റി കൊടുത്തോണ്ടേയിരിക്കാം. അപ്പോൾ ചെറിയുള്ളി ഈ മുളകും നന്നായിട്ടങ്ങ് റോസ്റ്റ് ആവും. നാളികേരം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ അവസാനം ഇട്ട് കൊടുക്കാം. ഈ സ്പാറ്റിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തെങ്ങ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്പാറ്റിലാണിത്. ഇത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. ജാൻ്റെ അമ്മ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 47 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും കണ്ടിട്ടില്ല. ഷേപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 വാങ്ങിച്ചു ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വറ്റൽമുളകും ചെറിയുള്ളിയും അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു കൈപ്പിടി നാളികേരം ഇടാം. നാളികേരം ഒരുപാട് വേണ്ട. എന്നിട്ട് ആ നാളികേരത്തിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം നാളികേരം ചേർത്താലും മതി കേട്ടോ. എന്താണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യുക. ഉപ്പൊക്കെ നമുക്ക് അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. കാരണം പരിപ്പിൽ ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ, അതുപോലെ തന്നെ പടവലങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂടിപ്പോവും. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് നമ്മളിത് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പരിപ്പിട്ട് കൊടുക്കുക. ചിലവർക്ക് പരിപ്പ് ഇങ്ങനെ വേറിട്ട് കിടക്കണം. പക്ഷേ എനിക്ക് പരിപ്പ് അത്യാവശ്യം കുക്കാവുന്നതാണ് ഇഷ്ടം. കാരണം അപ്പോഴാണ് ആ പരിപ്പിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അതേസമയം ഇപ്പോൾ പരിപ്പ് ഒരുപാട് കുക്കാവണ്ടെന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് അങ്ങ് ഒരു വിസിൽ വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം കൂടെ ഒഴിക്കണം. കാരണം അതിൻ്റെ സത്ത് മുഴുവൻ ആ വെള്ളത്തിലാണ്. എന്നിട്ട് ഇതിലിട്ടതിന് ശേഷം ആ വെള്ളം മുഴുവൻ അങ്ങ് വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പടവലങ്ങയും പരിപ്പും ഉള്ളിയും മുളകും നാളികേരവും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് അങ്ങ് വറ്റിച്ച് കളയണം. അപ്പോൾ വെള്ളത്തോടു കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. പക്ഷേ വെള്ളം വറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം വറ്റിച്ചെടുക്കാം. ഇതൊരു തോരൻ പോലെ ഇങ്ങനെ വേറിട്ട് കിടക്കില്ലേ, അത് ഒരുമിച്ച് കിടക്കുന്നൊരു ഡിഷാണ്. ചോറിനും കഞ്ഞിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് ഒന്ന് വറ്റിയിട്ട് നമുക്ക് പുലർത്തിയെടുക്കാം. അതായത് പരിപ്പും പടവലങ്ങയും നന്നായി അങ്ങ് യോജിക്കണം. ഒന്നിനോടൊന്ന് അതങ്ങ് യോജിച്ച് കിടക്കണം. തനിയെ വേറിട്ട് കിടക്കാൻ പാടില്ല. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് അറിയാം. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. എരിവൊക്കെ പെർഫെക്റ്റാണ്. ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൽ പരിപ്പും കാണാൻ പറ്റും, പടവലങ്ങയും കാണാൻ പറ്റും. അതേസമയം ഞാൻ പറഞ്ഞ പോലെ എല്ലാം വേറിട്ട് കിടക്കണമില്ല. യോജിച്ച് അങ്ങനെ ഒരു നല്ലൊരു രീതിയിലാണ് അവർ കിടക്കുന്നത്. ഒരു ഒത്തൊരുമയുള്ള കറിയാണത്. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിക്കോളും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. സാധാരണ പാത്രമാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പടവലങ്ങയും പരിപ്പും ഉണക്കച്ചെമ്മീനും കൂടെ വെക്കാറുണ്ട്. ഇപ്പോൾ ഇത് ഡ്രൈ വേർഷനാണ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ചാറ് കറിയായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നാളികേരം അരച്ച് ചേർത്തിട്ടും ഈ സെയിം കറി ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേറെ ദിവസം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് കൂട്ടിൻ്റെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് പോയി. അതുകൊണ്ടാണ് തണുത്തിരിക്കുന്നത്. അപ്പോൾ തണുക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ ആയിട്ട് മാറണം. അതാണ് ഈ ഒരു പടവലങ്ങ പരിപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലൂസാണോ അല്ലെങ്കിൽ എത്ര തിക്കായിട്ട് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ. പെർഫെക്റ്റ് ഉപ്പ്, പെർഫെക്റ്റ് എരിവ്, അടിപൊളിയായിട്ടുണ്ട്. കാരണം ആ പടവലങ്ങയും പരിപ്പും എല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട്.
കുറച്ച് നാളികേരം കൂടി ഇട്ടപ്പോൾ ബേഷായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം കൂടെ കറിവേപ്പില ഇടുക, അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ പരിപ്പ് പടവലങ്ങ കൂട്ടിൻ്റെ പരിപാടി കഴിയും. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ഉണക്ക ചെമ്മീനും കൂടി ഇടുകയാണെങ്കിൽ വേറൊരു രീതിയിൽ ടേസ്റ്റി ആയിരിക്കും. അത് നോൺ വെജ് ലവേഴ്സിന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം വെളിച്ചെണ്ണ മാത്രം കേട്ടോ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല റെസിപ്പിയിൽ നമ്മളിത് ചെയ്യാറുണ്ട്. ഒരു നാടൻ ടിപ്പ്, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ വരും നമ്മുടെ ഡിഷിന്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. There it is. Oh yeah, I see. It's camouflaging. അത് ഇതിന്റെ കളറാണ് അല്ലേ? See, told you it's camouflaging. ഇവിടെ പിക്ചർ ഉണ്ടാവും. I saw it. നന്നായില്ലേ, ഇതിപ്പോ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലം കിട്ടിയില്ലേ. അമ്പലാണ് ഹോളപ്പുറത്തല്ല. മീൻ പ്രതീക്ഷിച്ചു വന്ന് ഒരു മീൻ പോലും ഇല്ല. അതെ, നല്ല മഴക്കാലത്ത് ആരെങ്കിലും ചാകര അന്വേഷിച്ചു വരും. ചാകരയല്ല, മീൻ എന്തെങ്കിലും ഞാനിവിടെ മീൻ പിടിക്കാറില്ല. അല്ല, മീൻ വാങ്ങിക്കാറില്ല. ഭാര്യത്തിയെന്നല്ലേ. എന്റെ അമ്മയുടെ വീടിന്റെ അടുത്തടാ. ആണോ? അമ്മയുടെ പണ്ട് പോവാത്തോ? ചൂണ്ടേണ വെള്ളത്തിൽ പോകണം. What's coming out? Hey, Nandu, it's moving. I don't care. It's a lie. What is that? Now you are Sandy. പേടിയില്ല നന്ദുന്? No. തോന്നുന്നു അതാണ് മറ്റേതിനെ അളകിക്കൊണ്ടിരിക്കുന്നത്. Look. വേണ്ട, It doesn't feel weird. അവന് പച്ചക്കുതിരനെ പിടിക്കാൻ പറ്റിയില്ല. വേണ്ട വേണ്ട, എനിക്ക് ഫീൽ It's ചെയ്യുന്നു. not slimy.